ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് ഒരു ഈവനിങ് ടു നെക്സ്റ്റ് ഡേ വരെയുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. കുറച്ച് കുക്കിങ്ങും അതുപോലെ കുറച്ച് പ്രിപ്പറേഷൻസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ലൊരു വ്ളോഗായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ വൈകുന്നേരത്തെ കിച്ചണിൽ കുറച്ച് ക്ലീനിങ് ഒക്കെ നമുക്ക് പെൻഡിങ് ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു വെജിറ്റബിൾ കറി ഉണ്ടാക്കുന്നുണ്ട്. കോളിഫ്ലവർ വെച്ചിട്ടൊരു കുറുമ വൈകുന്നേരത്തെ ഡിന്നറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതും ഇടിയപ്പം ഓൾറെഡി എൻ്റെ കയ്യിൽ ഫ്രിഡ്ജിനകത്തുണ്ട്. അപ്പം ഇനിയിപ്പം ആ കുറുമ കൂടി ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് പണികൾ സ്റ്റാർട്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ, അതുപോലെ കുറച്ച് കാഷ്നട്ട് ഇതൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് എളുപ്പത്തിൽ അരച്ചെടുക്കാൻ പറ്റും. നമ്മുടെ കുറുമയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ആ കോളിഫ്ലവർ റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇനി അത് കട്ട് ചെയ്തൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞളും ഉപ്പും ഒക്കെ ആഡ് ചെയ്ത് വെക്കണം. കാരണം കോളിഫ്ലവർ നമുക്കറിയാലോ, എന്തായാലും നമുക്ക് കഴുകിയെടുക്കാതെ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു ജോലിയിലാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കുറച്ചുകൂടി വെജിറ്റബിൾസ് നമ്മളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൊതുവേ നമ്മൾ നോൺ വെജ് ഇഷ്ടപ്പെടുന്നൊരു ഫാമിലിയാണ്. അപ്പോൾ എനിക്ക് തന്നെ ഫീൽ ചെയ്ത് തുടങ്ങി കുറച്ച് വെജിറ്റേറിയൻ ഡിഷസ് ഇൻക്ലൂഡ് ആക്കണം, കുറച്ചുകൂടി വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ആക്കണം എന്ന് കരുതിയിട്ട് ഇപ്പം കഴിയുമ്പോഴൊക്കെ നമ്മൾ വെജിറ്റബിൾസ് ഇനിയിപ്പം നോൺ വെജ് ആണെങ്കിൽ കൂടിയും കഴിയുന്നതും സാലഡ്സ് സൈഡായിട്ട് കഴിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് ഒരു ചെറിയ ചൂടുവെള്ളത്തിലാണ് നമ്മളിങ്ങനെ കോളിഫ്ലവർ ഇട്ട് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും അതിലെന്തെങ്കിലും പുഴുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് എനിക്ക് കിച്ചൺ കുറച്ചൊന്ന് നീറ്റാക്കാനുണ്ടായിരുന്നു. അപ്പം പാത്രങ്ങളെല്ലാം തന്നെ ഒന്ന് ഒതുക്കിയിട്ടിട്ട് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തിടാനുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നമ്മുടെ കുക്കിങ്ങിൻ്റെ ഇടയിൽ എപ്പോൾ നമുക്കൊരു ഗ്യാപ്പ് കിട്ടുമ്പോഴും മാക്സിമം നമ്മുടെ കൗണ്ടർ ടോപ്പിൽ നിരന്ന് കിടക്കുന്ന പാത്രങ്ങൾ പെട്ടെന്ന് തന്നെ സിങ്കിലോട്ട് ഇടുക. അതിനുശേഷം കൗണ്ടർ ടോപ്പ് പെട്ടെന്നൊന്ന് വൈപ്പ് ചെയ്തിട്ടാൽ തന്നെ നമുക്ക് ആ ഒരു ജോലികൾ ചെയ്യാനും ഒരു ഉഷാറായിരിക്കും കേട്ടോ. അതുപോലെ നമുക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ പാത്രങ്ങളും ഒന്ന് പെട്ടെന്ന് കഴുകി തീർത്താൽ ലാസ്റ്റ് ഒരുപാട് ലോഡ് ഉണ്ടാവുന്നത് നമുക്കൊന്ന് കൺട്രോൾ ചെയ്തെടുക്കാനും പറ്റുമല്ലോ. അപ്പോൾ ഇനിയിപ്പം നമ്മുടെ കറിയുടെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാള വേണം, പിന്നെ പൊട്ടറ്റോ വേണം. അപ്പോൾ ഇതൊക്കെ ഞാൻ നന്നാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പൊട്ടറ്റോ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ ഞാൻ കോളിഫ്ലവറും പൊട്ടറ്റോയും കൂടി കുക്കറിൽ വേവിച്ചെടുക്കുവാണ് കേട്ടോ. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ ഇച്ചിരി മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് കുക്കറിൽ ഒരു 2 വിസിൽ കൊടുത്താൽ ഏകദേശം കറക്റ്റ് വേവായിരിക്കും. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കടായിൽ ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കുക. മസാല മീൻസ് നമ്മുടെ പട്ട, ഗ്രാമ്പൂ അങ്ങനെയുള്ള ഐറ്റംസ് ഇല്ലേ, അത് ചേർത്തിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള നന്നായിട്ട് വാടി വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ കോളിഫ്ലവറും പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ ഈ ഡിന്നറിന് കറികൾ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി മസാലയുള്ള കറികളിനേക്കാളും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ വെജിറ്റബിൾ സ്റ്റൂ, തേങ്ങ അരച്ച കറികൾ, അതൊക്കെയാണ് കുറച്ച് നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സവാള വഴന്നു വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് 2 പച്ചമുളക് ചേർക്കാം. പിന്നെ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്തത്. അതും ഒന്ന് വഴന്നു വരുമ്പോൾ നമുക്ക് ഒരു ടൊമാറ്റോ കട്ട് ചെയ്തത് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ വഴന്നു വരട്ടെ. തക്കാളി നല്ലപോലെ വഴന്നു വരണം. അപ്പം ആ ഒരു ടൈമിൽ എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ കുറവായിട്ട് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. മല്ലിപ്പൊടി കുറച്ചധികം, അതിൻ്റെ താഴെയായിട്ട് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് കുക്ക് ചെയ്ത് വെച്ച പൊട്ടറ്റോയും കോളിഫ്ലവറും കൂടി ഇതിനകത്തോട്ട് ചേർക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഇപ്പോൾ തേങ്ങയും പിന്നെ കാഷ്യൂ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ, അതും കുറച്ച് പെരുംജീരകം കൂടി നല്ല പോലെ അരച്ചിട്ട് നമ്മളുടെ ഈ കറിയിലോട്ട് ചേർക്കുക. അപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു വെജിറ്റബിൾ കുറുമ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൽ കോളിഫ്ലവറും പൊട്ടറ്റോ ആണ് ചേർക്കുന്നത്. നമുക്ക് ഗ്രീൻ പീസ് സോക്ക് ചെയ്തതുണ്ടെങ്കിൽ അതും ചേർത്ത് അടിപൊളിയായിരിക്കും കേട്ടോ.
പിന്നെ അടുത്ത ദിവസത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പ്രിപ്പയർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് തിരക്കുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ഞാൻ മോര് കറിയും പിന്നെ കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് രണ്ടും ഞാൻ കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. എപ്പോഴും എനിക്കിങ്ങനെ അടുത്ത ദിവസത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് രാവിലെ തന്നെ പണികൾ പെട്ടെന്ന് തീർക്കുന്നതാണ് താല്പര്യമെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് നമ്മളങ്ങനെ ചെയ്യാറില്ല. അപ്പം ആ ഒരു ദിവസം ഞാൻ എന്തായാലും മസ്റ്റായിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇതെല്ലാം കട്ട് ചെയ്ത് തന്നെ ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് കുറച്ച് കല്ലുപ്പാണ്. കല്ലുപ്പ് ഞാൻ അവനിൽ ചൂടാക്കിയിട്ട് ഒരു കിഴിയാക്കിയിട്ട് നമുക്ക് ഈ നടുവേദനയൊക്കെ എടുക്കില്ലേ, നീരിറങ്ങിയ നടുവേദന, ആ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ പയ്യെ നല്ല ചൂടോട് കൂടി ഇടിച്ച് കൊടുക്കുകയാണെങ്കിൽ ചെറിയതായിട്ട് നമുക്ക് നമ്മുടെ ആ നീരിറങ്ങുന്ന ഒരു ടിപ്പ് കിട്ടിയതാണ്. അപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് വലിയ എഫക്റ്റീവ് ഒന്നും ആയിരുന്നില്ല, എന്നാലും ഞാനതൊന്ന് ചെയ്ത് നോക്കുകയാണ്. അതുപോലെ അടുത്ത ദിവസത്തിന് മോൻ്റെ ഫുട്ബോൾ കോച്ചിങ്ങിൻ്റെ ജേഴ്സി ഉണ്ട്. അത് എന്തായാലും ഒന്ന് അലക്കി എടുക്കണം. അപ്പം അത് 3 ദിവസമായിട്ട് ഫുട്ബോൾ കോച്ചിങ് ഉണ്ട്. അപ്പം അതും നമ്മൾ തലേദിവസം തന്നെ റെഡിയാക്കി എടുക്കണമല്ലോ. അപ്പോൾ അത് മറന്നു പോവാതെ ചെയ്തില്ലെങ്കിൽ പണിയാവും. അപ്പോൾ അതും റെഡിയാക്കി. പിന്നെ അതാ കിച്ചൺ ക്ലീനിങ് ഒക്കെ ചെയ്തു. പാത്രങ്ങളൊക്കെ എല്ലാം തന്നെ കഴുകി വെച്ചു. ഡിന്നറൊക്കെ കഴിഞ്ഞു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കിച്ചണും കൂടി ക്ലീൻ ചെയ്തിട്ട് അന്നത്തെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാ പാത്രങ്ങളും തന്നെ കഴുകി സിങ്കൊക്കെ നീറ്റാക്കിയിട്ട് കിച്ചണും നീറ്റാക്കിയിട്ടാൽ നമുക്ക് സമാധാനമായിട്ട് അടുത്ത ദിവസത്തിന് വേണ്ടി റെഡിയാവാമല്ലോ അല്ലേ. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിട്ടുണ്ട്. അത്യാവശ്യം തിരക്കുള്ളൊരു ദിവസം തന്നെയാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും വൻപയർ മെഴുക്കുവരട്ടിയാണ് കേട്ടോ. ഞാൻ രാവിലെ കുറച്ച് റൈസിൻസ് കഴിക്കുകയാണ്. രാവിലെ തന്നെ നമ്മൾ കുറച്ച് ചൂടുവെള്ളവും റൈസിൻസും കൂടി വെച്ചിട്ട് ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. പുട്ട് മാത്രം റെഡിയാക്കാനുള്ളൂ. മെഴുക്കുവരട്ടി ഓൾറെഡി മുന്നേ ഉണ്ടാക്കിയത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 7:15 സമയമായിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ ഏകദേശം റെഡിയായി. മോൻ സ്കൂളിലോട്ട് ലീവ് ചെയ്ത ഉടനെ തന്നെ ലഞ്ചിൻ്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. പ്രത്യേകിച്ച് നമ്മൾ കുമ്പളങ്ങയും കോവയ്ക്കയൊക്കെ കട്ട് ചെയ്ത് വെച്ചതുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അങ്ങനെ ഞാൻ മെഴുക്കുവരട്ടിയുടെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുമ്പളങ്ങ വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ ചിരവിയത് എൻ്റെ കയ്യിൽ എപ്പോഴും ഫ്രീസറിൽ സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. അപ്പം കുമ്പളങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീസ് ചെയ്ത് തേങ്ങ എടുത്താൽ ശരിയാവില്ല. അപ്പം ഞാൻ അത് അവനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് അരച്ചെടുക്കാമല്ലോ. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ ഒന്ന് ചൂടാറുമ്പോൾ അതെനിക്ക് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ കോവയ്ക്കയും ഈ സൈഡിൽ റെഡിയാവുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ കഥയിലൊരു ട്വിസ്റ്റ് ഉണ്ടാവുന്നത്. അതായത് മോൻ്റെ ബസ് മിസ്സായി. അപ്പോൾ പിന്നെ എനിക്ക് പണി അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് അവനെ സ്കൂളിൽ കൊണ്ടുവന്നാക്കേണ്ട ഒരു പണി കിട്ടി. അപ്പോൾ എന്തായാലും ഞാൻ വേഗം തന്നെ ഓട്ടോയിൽ കൊണ്ടുവന്നാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ കയ്യിൽ നിന്ന് പോയി കിട്ടി. പക്ഷെ അതൊന്നും കുഴപ്പമില്ല. നമ്മൾ തിരിച്ച് വന്നിട്ട് നമ്മുടെ പണികളൊക്കെ ഭംഗിയായിട്ട് ചെയ്തു. കുമ്പളങ്ങ മോരുകറി, പിന്നെ കോവയ്ക്ക മെഴുക്കുവരട്ടി, അതുപോലെ കുറച്ച് മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഫ്രൈ ആക്കിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാനൊരു കേക്കൊക്കെ ബേക്ക് ചെയ്തു. സ്പോഞ്ച് കേക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഒരിച്ചിരി കരിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ നല്ല കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് വൈകുന്നേരം തൊട്ടുള്ള പിറ്റേ ദിവസം വരെയുള്ള കുറച്ച് വിശേഷങ്ങൾ. ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.